പണ്ടൊരു രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹം വലിയൊരു പണക്കാരനായിരുന്നു, പക്ഷേ നല്ലൊരു രാജാവായിരുന്നില്ല. അദ്ദേഹത്തിന് പുതിയ തുണികളോട് വലിയ കമ്പമായിരുന്നു. ഓരോ ദിവസവും ഓരോ പുതിയ വസ്ത്രം ധരിച്ചിരുന്നു. പ്രജകളെല്ലാവരും അദ്ദേഹത്തെ ഓരോ മണിക്കൂറിനൊരിക്കൽ വസ്ത്രം മാറുന്നയാളെന്ന് പറയുമായിരുന്നു. പുതിയ പുതിയ വസ്ത്രങ്ങൾക്കായി തന്റെ സമ്പത്ത് മുഴുവൻ ചിലവാക്കാൻ തുടങ്ങി. അല്ല, ഇന്ന് നിങ്ങൾ പുതു ഡ്രസ്സാണല്ലോ അണിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളേക്ക് പുതിയ ഡ്രസ്സാണ് ഇടാൻ പോകുന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. 1 മണിക്കൂറിനുള്ളിൽ പലവിധ ആടകൾ അണിയാൻ ഞാനെന്താ മഹാരാജാവാണോ? അതെ അതെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് ആര് നോക്കും? രാജാവിനെ പോലെ ഞങ്ങളൊന്നും ബുദ്ധിയില്ലാത്തവരൊന്നല്ല. അദ്ദേഹം രാജ്യത്തിനെ പറ്റി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ജനങ്ങളെ പറ്റിയും പടയാളികളെ പറ്റിയും ഒരിക്കലും വിഷമിച്ചിട്ടില്ല. അതെ, അദ്ദേഹം വളരെ സെൽഫിഷ് ആണ്. അദ്ദേഹത്തിന് തുണി തെരഞ്ഞെടുക്കാൻ വരെ അറിയില്ല. അദ്ദേഹം ഉടുത്ത തുണി കണ്ട് നമ്മൾ പുകഴ്ത്തണമെന്ന് ചിന്തിക്കുന്നു. ഇതിന് എന്തെങ്കിലും വഴിയുണ്ടോ? അവരുടെ അടുത്ത് നിങ്ങളുടെ തുണി ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് അറിയിക്കണം. അതെ അതെ, പറഞ്ഞു തന്നെ ആവണം. ഒരു ദിവസം രാവിലെ ആ രാജ്യത്തേക്ക് 2 കള്ളന്മാർ വന്നു. അവിടെയുള്ള പുരുഷന്മാർക്ക് തങ്ങളുടെ പക്കലുണ്ടായിരുന്ന വസ്ത്രം നൽകി. പക്ഷേ അവരുടെ പക്കലുണ്ടായിരുന്ന വസ്ത്രം ഇവർക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ആ വസ്ത്രം കാണാൻ സാധിക്കൂ എന്ന് ഈ കള്ളന്മാർ പറഞ്ഞു പരത്തി. പക്ഷേ ഓരോ പ്രജയും തങ്ങൾ ബുദ്ധിമാന്മാരല്ല എന്ന് സമ്മതിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ഡ്രസ് എവിടെയുള്ളത്? നിങ്ങളുടെ കണ്ണിന് കാണുന്നില്ലേ? എന്റെ കയ്യിലാണ് ഉള്ളത്. ഇല്ല, എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഓ, അങ്ങനെയാണോ? അപ്പൊ വീണ്ടും ഒരു വിഡ്ഢിയെ ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടൈലേഴ്സ് ഞങ്ങളാണ്, അറിയോ? ബുദ്ധിശാലികളെ കൊണ്ട് മാത്രമേ ഞങ്ങളുടെ വസ്ത്രങ്ങളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. നിന്നെ പോലത്തെ വിഡ്ഢികൾക്കൊന്നും അത് തിരിച്ചറിയാൻ പറ്റില്ല. ബുദ്ധിശാലിയാണെങ്കിൽ ഞങ്ങളാണിഞ്ഞ വസ്ത്രങ്ങൾ നിനക്ക് ഭംഗിയായിട്ട് തിരിച്ചറിയാം. അതെ അതെ, കാണാൻ പറ്റുന്നുണ്ട്. ഇത് സംഗതി കൊള്ളാലോ. ദിവസങ്ങൾ ചെല്ലെ ചെല്ലെ അവർ പ്രബലരായി തീർന്നു. രാജാവും ഇവരെ കുറിച്ച് കേട്ടു. ഇവർ നല്ല വസ്ത്രങ്ങൾ തയ്ക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഓരോ പുതിയ വസ്ത്രങ്ങളും വാങ്ങാൻ തുടങ്ങി. ആ ടൈലേഴ്സിനെ എന്റെ സ്ഥലത്തേക്ക് വരാൻ പറയൂ. എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ ചില ഡ്രസ് എനിക്ക് തച്ചു തരണം. ഈ സന്ദർഭം കിട്ടിയതിന് ഞങ്ങൾ വളരെയധികം സംതൃപ്തരാണ്. ഉള്ളതിൽ നല്ല മനോഹരമായ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് തയ്ച്ചു തരാൻ പോകുന്നു. രാജാവിന് അത് വളരെ ഭംഗിയായിരിക്കും. എല്ലാവരും അങ്ങയെ കണ്ട് അസൂയപ്പെടാതിരിക്കില്ല. എന്നാൽ രാജാവേ, ഞങ്ങളുടെ വസ്ത്രങ്ങളിൽ വളരെ മുഖ്യമായ കാര്യങ്ങളുണ്ട്. എന്താ കാര്യം? അതായത് ബുദ്ധിശാലിയായ മനുഷ്യർക്ക് മാത്രമേ മനസ്സിലാവൂ. വിഡ്ഢികളായവർക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ല. ഇവരുടെ സംസാരം കേട്ട രാജാവ് തന്റെ പക്കൽ ജോലി ചെയ്യുന്ന ആർക്കും ഇവരോളം ബുദ്ധിയില്ലെന്ന് മനസ്സിലാക്കി. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഭംഗിയുള്ള പട്ടുതുണികളാണ്. കൂടെ കുറച്ച് പട്ടുനൂലുകളും വേണം. ഞങ്ങൾക്കത് തരികയാണെങ്കിൽ താങ്കൾ സുന്ദരമായ ഡ്രസ്സ് ഞങ്ങൾ തയ്ച്ചു തരും. അതുപോലെ ഭംഗിയുള്ള ഡ്രസ്സ് താങ്കൾ ഇതുവരെ ഇട്ടിട്ടുണ്ടാവില്ല. രാജാവ് അവർക്ക് ഒരുപാട് പണം നൽകി. അത് മാത്രമല്ല, ആ കള്ളന്മാർ ജോലി ചെയ്യുമ്പോൾ തങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കരുതെന്നും അവർ പറഞ്ഞു. ആ കള്ളന്മാർ തങ്ങളുടെ പക്കലുള്ള സഞ്ചിയിൽ പട്ടുനൂലും തുണികളും എടുത്തുവെച്ചു. നൂലും തുണിയുമില്ലാതെ അവർ നെയ്യുന്നത് പോലെ അഭിനയിച്ചു. രാജകൊട്ടാരത്തിലെ മന്ത്രിമാരെല്ലാം ഇത് കണ്ട് ഭയപ്പെടാൻ തുടങ്ങി. എന്താ നീ പറയുന്നത്? അവർ തയ്ക്കുമ്പോ നീ തുണിയൊന്നും കണ്ടില്ലായിരുന്നോ? ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. രാജാവ് ഡ്രസ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറ. ഇങ്ങനെ പോയാൽ നമ്മുടെ ജോലി അങ്ങ് പോകും തോന്നുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാജാവ് തന്റെ മന്ത്രിയെ വിളിപ്പിച്ചു. തന്റെ വസ്ത്രം എങ്ങനെയുണ്ടെന്ന് നെയ്ത്തുകാരുടെ അടുക്കൽ പോയി നോക്കാൻ പറഞ്ഞു. ആ വയസ്സായ മന്ത്രി ഒരുപാട് പേടിച്ചു. പക്ഷേ രാജാവിന്റെ വാക്ക് തട്ടാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നെയ്ത്തുകാരന്റെ മുറിയിലേക്ക് പോയി. അവിടേക്ക് പോകുമ്പോൾ ഒരു പദ്ധതി ആലോചിച്ചു. രാജാവ് എനിക്കൊരു വളരെ വിഷമപ്പെടുന്ന കാര്യം ചെയ്തു. എനിക്ക് ആ തുണികളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. മന്ത്രി ആ മുറിയിലേക്ക് കടന്നപ്പോൾ അവർ ജോലി ചെയ്യുന്നത് കണ്ടു. പക്ഷേ വസ്ത്രങ്ങളൊന്നും അവിടെ കാണാൻ സാധിച്ചില്ല. നെയ്ത്തുകാർ 2 പേരും മന്ത്രിയെ സ്വാഗതം ചെയ്തു. രാജാവിന് വേണ്ടി നെയ്ത വസ്ത്രങ്ങൾ കാണിച്ചു കൊടുത്തു. വാസ്തവത്തിൽ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മന്ത്രി എന്തു പറയണമെന്നറിയാതെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. രാജസഭയിലേക്ക് ചെന്നു. ആ തുണിയെല്ലാം നിനക്ക് ഇഷ്ടമായോ? വളരെ മനോഹരമായിരിക്കുന്നു മഹാരാജ. താങ്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വസ്ത്രങ്ങൾ കണ്ടാൽ വളരെ അത്ഭുതമായിരിക്കുന്നു. രാജാവിന് ഒരുപാട് സന്തോഷമായി. 2 ദിവസങ്ങൾക്ക് ശേഷം 2 സേവകന്മാരോട് പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അവർ ആ മുറിയിലേക്ക് പ്രവേശിച്ചു. കള്ളന്മാർ ആ വസ്ത്രങ്ങൾ അവർക്കും കാണിച്ചു കൊടുത്തു. തങ്ങളുടെ ജോലി വളരെ അത്ഭുതകരമാണെന്നും പറഞ്ഞു.
രാജാവിന് വേണ്ടി വളരെ മനോഹരമായാണ് ഞങ്ങൾ അത് ചെയ്തിരിക്കുന്നത്. എത്ര മനോഹരമായാണ് ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കൂ. രാജാവ് ഇത് അണിഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. സേവകർ രണ്ടുപേരും ആലോചിച്ചു. നെയ്ത്തുകാരുടെ കയ്യിൽ അവർക്കൊന്നും കാണാൻ സാധിച്ചില്ല. രാജാവിന്റെ അടുത്തേക്ക് പോയി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. എന്റെ പുതിയ ഡ്രസ്സുകളെല്ലാം കാണാൻ എങ്ങനെയുണ്ട്? വളരെ നന്നായിരിക്കുന്നു മഹാരാജാവേ. ഇതുപോലെ കലാപരമായി നിർമ്മിച്ച വസ്ത്രങ്ങൾ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല മഹാരാജാവേ. അതെ, വളരെ മനോഹരമായിരുന്നു. രാജാവിന് അനുയോജ്യമായ വസ്ത്രങ്ങളായിരുന്നു. വളരെ നല്ലത്. അത് എപ്പോൾ റെഡിയാക്കുമെന്ന് ചോദിച്ചു പറയൂ. അത് അവർ തച്ച് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കതൊന്ന് കാണണം. രാജാവ് തയ്യൽക്കാരന്മാരുടെ അടുത്തേക്ക് ചെന്നു. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മഹാരാജാവേ. നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്തു കഴിഞ്ഞോ ഇല്ലയോ? തീർന്നിരിക്കുന്നു രാജാവേ. തങ്ങളുടെ വസ്ത്രങ്ങൾ തയ്യാറായിരിക്കുന്നു. നോക്കണം രാജാവേ. ഇങ്ങനെ പറഞ്ഞ് വെറും കൈ എടുത്ത് കാണിച്ചു കൊടുത്തു. പക്ഷേ അവരുടെ കയ്യിൽ വസ്ത്രങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. തങ്ങൾ നെയ്ത പുതിയ വസ്ത്രങ്ങളുടെ ഭംഗിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ രാജാവിന് ഒന്നും കാണാൻ സാധിച്ചില്ല. രാജാവ് കുറച്ചു സമയം ആലോചിച്ചു. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. എനിക്കൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധിമാനല്ലെന്നാകും. പിന്നെ എല്ലാരും എന്നെ മണ്ടനാണെന്ന് പറഞ്ഞ് കളിയാക്കും. മഹാരാജാവേ, ഇതിൽ ചെയ്തിരിക്കുന്ന കലാപരമായ പ്രവൃത്തി അങ്ങേക്ക് വളരെ ഇഷ്ടപ്പെട്ടോ? പറയൂ രാജാവേ. നന്നായി നോക്കി പറയണ രാജാവേ. അത് പിന്നെ കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. എനിക്കിതൊക്കെ വളരെ അങ്ങ് ഇഷ്ടമായി. ഇത്ര നല്ലൊരു തുണികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. വളരെ നന്ദി രാജാവേ. എന്റെ പുതിയ ഡ്രസ്സ് എപ്പോ റെഡിയാകും? അത് അണിയാനായി ഞാനിപ്പോ കാത്തിരിക്കുകയാണ്. ഇനി 2 ദിവസത്തിനകം തയ്യാറാവും. രാജാവ് 2 ദിവസത്തെ സമയം നൽകി അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. രാജാവിന്റെ മന്ത്രി അവരെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രണ്ടുപേരും തുണികൾ നെയ്യുന്നത് പോലെ അഭിനയിച്ചുകൊണ്ടുമിരുന്നു. രാജകൊട്ടാരത്തിലെ ആൾക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു. രാജ്യം മുഴുവനും രാജാവിന്റെ വസ്ത്രങ്ങളെക്കുറിച്ചുള്ള സംസാരമായി. രാജാവിന്റെ വസ്ത്രങ്ങൾ കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം മന്ത്രിയും രാജാവും നെയ്ത്തുകാരെ കാണാൻ പോയി. എന്റെ ഡ്രസ് എല്ലാം റെഡിയാണല്ലോ. തയ്യാറായിരിക്കുന്നു രാജാവേ. ദാ ഇത് അണിഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ലോകത്തിലുള്ളവരെല്ലാവരും അത്ഭുതപ്പെടും. ഇത് താങ്കൾക്ക് വളരെ മനോഹരമായിരിക്കും. ഇതാ രാജാവേ, ഇപ്പൊ ഇട്ടിരിക്കുന്നത് മാറ്റിയിട്ട് ഇത് അണിഞ്ഞോളൂ, നന്നായിരിക്കും. താൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മാറ്റി നെയ്ത്തുകാർ നൽകിയ വസ്ത്രം ധരിച്ചു. വസ്ത്രം ധരിച്ചതിനു ശേഷം കണ്ണാടിയുടെ മുൻപിൽ പോയി താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളെ നോക്കി. കലക്കി കളഞ്ഞു. ഈ ഡ്രസ്സിൽ വളരെ ഭംഗിയായിരിക്കുന്നു. അതിനേക്കാൾ ഇതിന്റെ കളർ വളരെ നന്നായിരിക്കുന്നു രാജാവേ. അങ്ങനെയല്ലേ മഹാരാജാവേ? അതെ അതെ അതെ, ഇത് വളരെ നന്നായിട്ടുണ്ട്. എനിക്കിത് വളരെ ഇഷ്ടമായി. ഇത് കാണാൻ കൊള്ളാലോ അല്ലേ മന്ത്രി? എന്താ ഒന്നും പറയാതിരിക്കുന്നത്? അതെ, വളരെ നന്നായിരിക്കുന്നു. രാജകൊട്ടാരത്തിലെ 2 സേവകന്മാർ അദ്ദേഹത്തിന്റെ വസ്ത്രം പിടിച്ചുകൊണ്ടേ വന്നു. രാജാവ് രാജ്യം ചുറ്റിക്കാണാൻ പുറപ്പെട്ടു. എല്ലാവരോടുമൊപ്പം നടക്കാൻ തുടങ്ങി. വസ്ത്രങ്ങളില്ലാതെ പോകുന്ന രാജാവിനെ രാജ്യത്തെ ജനങ്ങളെല്ലാവരും നോക്കി. പക്ഷേ എല്ലാവരും രാജാവിന്റെ വസ്ത്രങ്ങളെക്കുറിച്ച് പ്രശംസിക്കാൻ തുടങ്ങി. അദ്ദേഹം ചുറ്റിക്കറങ്ങിക്കഴിഞ്ഞ് രാജ്യത്തിന്റെ നടുവിലേക്ക് വന്നു. അവിടെ ഒരു ചെറിയ കുട്ടി രാജാവിനെ കണ്ട് ചിരിക്കാൻ തുടങ്ങി. രാജാവ് വസ്ത്രങ്ങളില്ലാതെ പോകുന്നു. കുഞ്ഞുമാവേ, മിണ്ടല്ലേ, ശബ്ദം ഉണ്ടാക്കരുത്. എന്താ മിണ്ടാൻ പാടില്ലാന്ന്? അവന് മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായിട്ടില്ലെന്നാണ് അർത്ഥം. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞൂടെ? മഹാരാജാവ് വസ്ത്രങ്ങൾ ഉടുക്കാതെ നടന്നു പോകുന്നു. അദ്ദേഹം വസ്ത്രം അണിഞ്ഞിട്ടില്ല. ഇത് കേട്ട രാജാവ് വല്ലാതെ പകച്ചുപോയി. കുറച്ചു സമയങ്ങൾക്ക് ശേഷം ചുറ്റിയുള്ള ജനങ്ങളെല്ലാവരും പറയാൻ തുടങ്ങി. രാജാവിന് വല്ലാത്ത അപമാനമായി. രാജാവ് രാജ്യം മുഴുവൻ ചുറ്റിക്കണ്ടതുമില്ല. താൻ വിഡ്ഢിയായ കാര്യം അദ്ദേഹം മനസ്സിലാക്കി. തന്റെ മന്ത്രിയും സേവകരും തന്നെ കബളിപ്പിച്ച കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. പ്രജകൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം നടന്നുപോയി. അദ്ദേഹം വളരെ അഭിമാനത്തോടെ നടന്നു പോവുകയും ചെയ്തു. സേവകന്മാർ 2 പേരും അദ്ദേഹത്തിന് പുറകെ നടന്നു. രാജാവ് പോയതിനു ശേഷം പ്രജകളെല്ലാവരും ചിരിക്കാൻ തുടങ്ങി. രാജാവ് രാജകൊട്ടാരത്തിലേക്ക് വേഗത്തിൽ നടന്നു. കമ്പിളി പുതപ്പെടുത്ത് വേഗം പുതച്ചു. തന്റെ തെറ്റ് രാജാവ് അപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇതുകൊണ്ടാണ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കണമെന്ന് പറയുന്നത്.